Hello students, we will plant water relations and discuss this. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കത്തുള്ളൂ because നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക് ആണ് ഇതല്ലേ. നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ടോപ്പിക് പഠിക്കാൻ നോക്കാം. I'll try my level best. Okay? So what are the key terms to understand in this topic? എന്തൊക്കെ ടേംസ് ആണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്? ഒന്ന് വാട്ടർ പൊട്ടൻഷ്യൽ, രണ്ടാമത്തേത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ, മൂന്നാമത്തേത് പ്രഷർ പൊട്ടൻഷ്യൽ. ഈ മൂന്ന് കാര്യങ്ങൾ. ഇത് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യലിനെയും സൊല്യൂട്ട് പൊട്ടൻഷ്യലിനെയും പ്രഷർ പൊട്ടൻഷ്യലിനെയും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഗ്രീക്ക് ലെറ്റർ കൊടുത്തിട്ടാണ്, ദാറ്റ് ഈസ് സൈ. സോ സൈ ഈസ് എ സിമ്പിൾ ഫോർ ഡിനോട്ടിംഗ് വാട്ടർ പൊട്ടൻഷ്യൽ, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആൻഡ് പ്രഷർ പൊട്ടൻഷ്യൽ. സൈ ഡബ്ല്യു ആണെങ്കിൽ അത് വാട്ടർ പൊട്ടൻഷ്യൽ, സൈ എസ് ആണെങ്കിൽ അത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ, സൈ പി ആണെങ്കിൽ അത് പ്രഷർ പൊട്ടൻഷ്യൽ. ഇനി ഈ സൊല്യൂട്ട് പൊട്ടൻഷ്യലും പ്രഷർ പൊട്ടൻഷ്യലും കൂടെ ചേർന്നിട്ടാണ് വാട്ടർ പൊട്ടൻഷ്യലിനെ ഡിസൈഡ് ചെയ്യുന്നത്, വാട്ടർ പൊട്ടൻഷ്യൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് സൊല്യൂട്ട് പൊട്ടൻഷ്യലും പ്രഷർ പൊട്ടൻഷ്യലും. വാട്ടർ പൊട്ടൻഷ്യലിനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് സൊല്യൂട്ട് പൊട്ടൻഷ്യലും പ്രഷർ പൊട്ടൻഷ്യലും. അതാണ് വാട്ടർ പൊട്ടൻഷ്യൽ എങ്ങനെ ആയിരിക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ആൻഡ് വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പ്രഷർ യൂണിറ്റ്സ് പാസ്കൽ. നിങ്ങളുടെ NCERT കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് വാട്ടർ പൊട്ടൻഷ്യലിലേക്ക് പോകാം. അത് എന്താണെന്ന് മനസ്സിലാക്കാം. വളരെ സിമ്പിളാണ്. നമുക്കറിയാം വാട്ടർ മോളിക്യൂൾസ് പൊസസ് കൈനറ്റിക് എനർജി. എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ? വാട്ടർ മോളിക്യൂൾസിന് മൂവ് ചെയ്യാൻ പറ്റൂല, അങ്ങനെ മൂവ്മെൻറ്റിൽ കൂടെ കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. അപ്പോൾ വാട്ടർ മോളിക്യൂൾസ് പൊസസ് കൈനറ്റിക് എനർജി ഇൻ ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് ഫോം. ദേ ആർ ഇൻ റാൻഡം മോഷൻ, ദാറ്റ് ഈസ് ബോത്ത് റാപ്പിഡ് ആൻഡ് കോൺസ്റ്റൻറ്റ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ തലമണ്ടയിൽ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക, നല്ല രീതിയിൽ പേസ്റ്റ് ചെയ്ത് വെക്കുക. ഒരു രീതിയിൽ അതവിടെ നിന്ന് വിട്ടുപോകരുത് കേട്ടോ. The greater the concentration of water in a system, the greater is its kinetic energy or water potential. അതായത് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും എന്ത് കൂടും? കൈനറ്റിക് എനർജി കൂടും. അത് തന്നെയാണ് എന്ത്? വാട്ടർ പൊട്ടൻഷ്യൽ. ദാറ്റ് മീൻസ് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും വാട്ടർ പൊട്ടൻഷ്യലും കൂടും. അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അതാണ് ഈ പോയിന്റ്, മറന്നു പോകരുത്. അപ്പോൾ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണല്ലേ. വാട്ടർ കോൺസെൻട്രേഷൻ കൂടുന്തോറും വാട്ടർ പൊട്ടൻഷ്യലും കൂടും. സോ പ്യുവർ വാട്ടർ വിൽ ഹാവ് ദ ഗ്രേറ്റസ്റ്റ് വാട്ടർ പൊട്ടൻഷ്യൽ. അത് മനസ്സിലായോ? പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ നമ്മൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പ്യുവർ വാട്ടർ അല്ലേ, ഒരു സൊല്യൂട്ട്സ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനകത്ത് ഫ്രീ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്, ഒരുപാട് ഫ്രീ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ദാറ്റ് മീൻസ് അവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ദാറ്റ് മീൻസ് അവിടെയാണ് മാക്സിമം വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ളത്. അപ്പോൾ പ്യുവർ വാട്ടർ വിൽ ഹാവ് ദ ഗ്രേറ്റസ്റ്റ് വാട്ടർ പൊട്ടൻഷ്യൽ. അതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ കണ്ടു വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും വാട്ടർ പൊട്ടൻഷ്യൽ കൂടും. ഓക്കെ, ഇനി നമുക്ക് സൊല്യൂട്ട് പൊട്ടൻഷ്യലിലേക്ക് വരാം. അതും നമ്മൾ വാട്ടർ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ബീക്കർ അല്ലെങ്കിൽ 2 ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് സൊല്യൂട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ അങ്ങനെ സൊല്യൂട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. സൊല്യൂട്ട്സ് ഇനി ഞാൻ സൊല്യൂട്ട്സ് ആഡ് ചെയ്തപ്പോൾ നിങ്ങൾ പറയും എവിടെ നിന്ന് എങ്ങോട്ടാണ് വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് നടക്കുക? വാട്ടർ മൂവ്മെൻറ്റ് ഒക്കേഴ്സ് ഫ്രം, ദാറ്റ് ഈസ് യൂഷ്വലി ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടുവേർഡ്സ് ദ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ, ഓർ വി ക്യാൻ സേ ദാറ്റ് ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കൈനറ്റിക് എനർജി ടുവേർഡ്സ് ദ റീജിയൻ ഓഫ് ലോവർ കൈനറ്റിക് എനർജി. അല്ലെങ്കിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കി ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ടുവേർഡ്സ് ദ റീജിയൻ ഓഫ് ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ അല്ലേ. വാട്ടർ കോൺസെൻട്രേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി കൂടുക എന്ന് തന്നെയാണ്. കൈനറ്റിക് എനർജി കൂടുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് വാട്ടർ പൊട്ടൻഷ്യൽ കൂടുക എന്ന് പറയുന്നതും. ഓക്കെ, അപ്പോൾ വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ് നടക്കുക? ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടുവേർഡ്സ് ദ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ, ഓർ ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കൈനറ്റിക് എനർജി ടുവേർഡ്സ് ദ റീജിയൻ ഓഫ് ലോവർ കൈനറ്റിക് എനർജി, ഓർ ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ടുവേർഡ്സ് ദ റീജിയൻ ഓഫ് ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ. എങ്ങനെ പറഞ്ഞാൽ അത് ഒരേപോലെയാണല്ലേ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന കണക്കിലാണെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ടാണ് വാട്ടർ മൂവ് ചെയ്യുക? രണ്ടാമത്തെ ബീക്കറിൽ നിന്ന് ഒന്നാമത്തേലേക്ക്, ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും വാട്ടർ മൂവ്മെൻറ്റ് നടക്കുക അല്ലേ, നമുക്കറിയാം. ഓക്കെ, ഇനി നമുക്ക് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ മനസ്സിലാക്കാം. നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് മനസ്സിലാകും കേട്ടോ. ശ്രദ്ധിക്കാതിരുന്നാൽ മനസ്സിലാകത്തില്ല. അപ്പം ഞാൻ വാട്ടറിൽ കുറച്ച് സൊല്യൂട്ട്സ് ആഡ് ചെയ്യുന്നു, ലൈക്ക് ഫോർ എക്സാമ്പിൾ കുറച്ച് ഷുഗറോ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുമെന്ന് വിചാരിക്കുക. എന്ത് പറ്റും? ഈ സൊല്യൂട്ട്സ് വാട്ടറിൽ ഡിസോൾവ് ആകും അല്ലേ. സൊല്യൂട്ട്സ് വാട്ടറിൽ ഡിസോൾവ് ആകുക എന്ന് പറഞ്ഞാൽ അവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ നടക്കുക എന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പം ഞാൻ സൊല്യൂട്ട്സ് വാട്ടറിൽ ആഡ് ചെയ്യും തോറും ഫ്രീ വാട്ടർ മോളിക്യൂൾസിൻ്റെ അവൈലബിലിറ്റി കുറയുകയാണ്. സൊല്യൂട്ട്സ് ഞാൻ ആഡ് ചെയ്യുന്നതിന് മുന്നേ അവിടെ നല്ല രീതിയിൽ ഫ്രീ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടായിരുന്നു. ഞാൻ സൊല്യൂട്ട്സ് ആഡ് ചെയ്തപ്പോൾ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയാണല്ലേ, ഫ്രീ വാട്ടർ മോളിക്യൂൾസിൽ അവരുടെ അവൈലബിലിറ്റി കുറയുകയാണ്. ദാറ്റ് മീൻസ് വാട്ടറും
ഈ സൊല്യൂട്ട്സും തമ്മിൽ റിയാക്ട് ചെയ്യുന്നില്ല. അവർ തമ്മിൽ എന്താണ് സൊല്യൂട്ട് വാട്ടറിൽ ഡിസോൾവ് ആകുമെന്ന് പറഞ്ഞാൽ അവിടെ എന്തോ കെമിക്കൽ റിയാക്ഷൻ നടന്നെന്നാണ് അർത്ഥം അല്ലേ. ദാറ്റ് മീൻസ് അവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ നടന്നു. ഓക്കെ, അപ്പോൾ ഞാൻ സൊല്യൂട്ട്സ് ആഡ് ചെയ്യും തോറും ഫ്രീ വാട്ടർ മോളിക്യൂൾസിൻ്റെ അവൈലബിലിറ്റിയും ഫ്രീ സൊല്യൂട്ട് മോളിക്യൂൾസിൻ്റെ അവൈലബിലിറ്റിയും കുറഞ്ഞു വരികയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഞാൻ സൊല്യൂട്ട്സ് വാട്ടറിൽ ആഡ് ചെയ്യും തോറും ഫ്രീ സൊല്യൂട്ട് മോളിക്യൂൾസ് നമുക്ക് കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? സൊല്യൂട്ട്സ് വിൽ ഡിസോൾവ് ഇൻ വാട്ടർ. നമ്മൾ ആഡ് ചെയ്യും തോറും എന്താ പറ്റുക? സൊല്യൂട്ട്സ് വാട്ടറിൽ ഡിസോൾവ് ആകും. അതുപോലെ ഫ്രീ വാട്ടർ മോളിക്യൂൾസ് നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? സൊല്യൂട്ട് അതിനകത്ത് ഡിസോൾവ് ചെയ്യിപ്പിക്കുകയാണ് അല്ലേ, അവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ നടക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷനിൽ ബിസിയാണ്. ആരൊക്കെ? സൊല്യൂട്ട് മോളിക്യൂൾസും വാട്ടർ മോളിക്യൂൾസും. അപ്പോൾ ഞാൻ സൊല്യൂട്ട് ആഡ് ചെയ്യും തോറും സൊല്യൂട്ടിൻ്റെ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറഞ്ഞു വരികയാണ്. ദാറ്റ് മീൻസ് സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ ഞാൻ കൂട്ടിക്കൊടുക്കും തോറും സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്താകും? കുറഞ്ഞു വരുന്നു, കമ്മിയായിട്ട് വരുന്നു. എന്തുകൊണ്ടാണ് പൊട്ടൻഷ്യൽ കമ്മിയായിട്ട് വരുന്നത്? സൊല്യൂട്ട് മോളിക്യൂൾസ് ഫ്രീ ആയിട്ട് അവിടെ കാണുന്നില്ല. എന്തുകൊണ്ടാണ്? അവർ ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷനിൽ ബിസിയാണ്, അവർ വാട്ടറിൽ ഡിസോൾവ് ആവുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഫ്രീ സൊല്യൂട്ട്സ് മോളിക്യൂൾസ് കാണുന്നില്ല. അതുകൊണ്ടാണ് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുന്തോറും സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്താകുന്നത്? കുറഞ്ഞു വരുന്നത്. അല്ലെ, മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം, സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും അതിൻ്റെ വാല്യൂ ദാറ്റ് മീൻസ് സൈ എസ് നെഗറ്റീവ് ആവും, മോർ നെഗറ്റീവ് ആവും. അപ്പോൾ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എപ്പോഴും നെഗറ്റീവ് ആണെന്നാണ് നമ്മൾ പറയുക. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഈസ് ഓൾവേസ് നെഗറ്റീവ്, സൈ എസ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് ആകുന്നത്? സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും അതിൻ്റെ പൊട്ടൻഷ്യൽ കുറയുന്നത് കൊണ്ട്. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ല അല്ലേ. സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടുകയല്ല, കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സൈ എസ് എന്താകുന്നത്? നെഗറ്റീവ് ആകുന്നത്. നേരെ മറിച്ച് അങ്ങനെയല്ല, വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും വാട്ടർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ നമ്മളൊരു വാട്ടറിലേക്ക് കൂട്ടി കൊടുക്കും തോറും എന്ത് പറ്റും? അതിൻ്റെ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. ദാറ്റ് മീൻസ് സൈ എസ് വിൽ ബി മോർ നെഗറ്റീവ്. അതുകൊണ്ടാണ് NCERT-യിൽ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, മോർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഡിക്രീസസ് ദ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ദാറ്റ് മീൻസ് സൈ എസ് വിൽ ബി മോർ നെഗറ്റീവ്. മനസ്സിലായോ? അപ്പോൾ സൈ എസ് നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്? സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറയുന്നു. മോർ നെഗറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ മോർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ, കൂടുതൽ സൊല്യൂട്ട്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു, അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ വീണ്ടും കുറഞ്ഞു. മനസ്സിലായോ? ഞാൻ ഈ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഇനി വാട്ടർ പൊട്ടൻഷ്യലായിട്ട് കണക്ട് ചെയ്ത് പറയാം. അവിടെയാണല്ലോ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻ വരുന്നത്. നമ്മൾ കണ്ടു സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടി കൊടുക്കുന്തോറും അതിൻ്റെ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുന്നു അല്ലേ, സൈ എസ് വിൽ ബി മോർ നെഗറ്റീവ് എന്ന് കണ്ടു. അതുപോലെ തന്നെയാണ് വാട്ടറിൻ്റെ കേസിലും പറ്റുക കേട്ടോ, വാട്ടർ പൊട്ടൻഷ്യലിൻ്റെ കേസിലും പറ്റുക. എന്താണ്? ഞാൻ സൊല്യൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്തോറും വാട്ടർ പൊട്ടൻഷ്യൽ കുറയും. നമ്മൾ കണ്ടു സൊല്യൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്തോറും ഫ്രീ സൊല്യൂട്ട്സ് മോളിക്യൂൾസ് അവൈലബിൾ ആകുന്നില്ല. അതുപോലെ തന്നെ ഫ്രീ വാട്ടർ മോളിക്യൂൾസോ അവൈലബിൾ ആകുന്നില്ല. എന്തുകൊണ്ടാണ്? വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നത് എന്തുകൊണ്ടാണ്? സൊല്യൂട്ട്സ് വാട്ടറിൽ ഡിസോൾവ് ആകുന്നത് കൊണ്ട്. ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ നടക്കുകയാണല്ലേ, അപ്പോൾ അവർ രണ്ടുപേരും ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷനിൽ ബിസി ആകുന്നു. അപ്പം ഞാൻ സൊല്യൂട്ട് ആഡ് ചെയ്യും തോറും വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കുറയും. ദാറ്റ് മീൻസ് വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. മനസ്സിലായോ? അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ ഡിസൈഡ് ചെയ്യുന്ന സൊല്യൂട്ട് പൊട്ടൻഷ്യലാണ് നമുക്ക് പറയാൻ പറ്റുമല്ലേ. അപ്പോൾ എത്രമാത്രം സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഉണ്ടോ അത് തന്നെയായിരിക്കും എന്തും വാട്ടർ പൊട്ടൻഷ്യലും. അപ്പോൾ സൊല്യൂട്ട് ആഡ് ചെയ്യും തോറും, അതായത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറയും തോറും വാട്ടർ പൊട്ടൻഷ്യലും കുറയും. യെസ്, അപ്പോൾ അതാണ് ഇത്. ദ മോർ ദ സൊല്യൂട്ട് മോളിക്യൂൾസ് ദ ലോവർ ഇസ് ദ സൈ എസ്. മനസ്സിലായില്ലേ ആ പോയിന്റ്? ദ മോർ ദ സൊല്യൂട്ട് മോളിക്യൂൾസ് ദാറ്റ് മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ദ ലോവർ ഈസ് ദ സൈ എസ്. ദാറ്റ് മീൻസ് മോർ നെഗറ്റീവ്. സോ ഫോർ എ സൊല്യൂഷൻ അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ the water potential or psi W is equal to solute potential or psi S. ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിലിരിക്കുന്ന സൊല്യൂഷൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ, സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് സൊല്യൂട്ട്സ് ഡിസോൾവ്ഡ് ആണല്ലേ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലിരിക്കുന്ന ഒരു സൊല്യൂഷൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ psi W എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? സൊല്യൂട്ട് പൊട്ടൻഷ്യലിനോട് ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ ആ പോയിന്റ്? മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ് പ്രഷർ പൊട്ടൻഷ്യൽ? പ്രഷർ പൊട്ടൻഷ്യലിനെ നമുക്ക് ടെർഗർ പൊട്ടൻഷ്യൽ എന്നും പറയാം കേട്ടോ, ടെർഗർ പൊട്ടൻഷ്യൽ. പ്രഷർ ക്യാൻ ബിൽഡ് അപ്പ് ഇൻ എ പ്ലാന്റ് സിസ്റ്റം വെൻ വാട്ടർ എൻറ്റേഴ്സ് എ പ്ലാന്റ് സെൽ ഡ്യൂ ടു ഡിഫ്യൂഷൻ
കോസിങ് എ പ്രഷർ ബിൽറ്റ് അപ്പ് എഗെയിൻസ്റ്റ് എ സെൽ വോൾ, ഇറ്റ് മേക്സ് എ സെൽ ടേർജിഡ്. അപ്പോൾ നമ്മൾ പ്ലാന്റ് സെല്ലിൻ്റെ കേസിലല്ലേ ഇതൊക്കെ പഠിക്കുന്നത്. വാട്ടർ പൊട്ടാൻഷ്യൽ ആയാലും സൊല്യൂട്ട് പൊട്ടാൻഷ്യൽ ആയാലും പ്രഷർ പൊട്ടാൻഷ്യൽ ആയാലും ഒക്കെ നമ്മൾ പ്ലാന്റ് സെല്ലിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പോൾ പ്ലാന്റ് സെല്ലിനകത്ത് പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? വാട്ടർ പുറത്തുനിന്ന് അകത്തേക്ക് സെല്ലിലേക്ക് വരുമ്പോഴാണല്ലോ. ദാറ്റ് മീൻസ് ഡ്യൂ ടു ദ ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ അല്ലേ. പുറത്തുനിന്ന് അകത്തേക്ക് വാട്ടർ ഡിഫ്യൂസ് ചെയ്ത് കയറുമ്പോഴാണ് പ്ലാന്റ് സെല്ലിനകത്ത് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ പ്രഷർ ഈ സെൽ വോളിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ. ദാറ്റ് പ്രഷർ ബിൽറ്റ് അപ്പ് എഗെയിൻസ്റ്റ് എ സെൽ വോൾ. അപ്പോൾ ആ പ്രഷർ എന്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വരുന്നത്? സെൽ വോളിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ പ്ലാന്റ് സെല്ലിലേക്ക് വാട്ടർ കയറ്റി ഇടുകയാണെങ്കിൽ, പുറത്തുനിന്ന് വാട്ടർ ഇങ്ങനെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ പ്രഷർ ഫോം ചെയ്യും അല്ലേ. പ്രഷർ ഫോം എഗെയിൻസ്റ്റ് ദ പ്രഷർ ബിൽറ്റ് അപ്പ് എഗെയിൻസ്റ്റ് ദ സെൽ വോൾ മേക്ക് ദ സെൽ ടേർജിഡ്. സെല്ലിനെ ഒന്ന് ഫുള്ളാക്കി വെക്കുന്നില്ലേ, ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ടേർജിഡ് എന്ന് പറയുന്നത്. സെല്ല് വാട്ടറിനാൽ ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ടേർജിഡ് എന്ന് പറയുന്നത്. ഈ ടേർജിഡിറ്റി പ്ലാന്റിൻ്റെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ഗ്രോത്തിനും ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ടേർജിഡിറ്റി ആവശ്യമാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടേർജിഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ല് ഫുള്ളായിട്ടിരിക്കുന്ന സിറ്റുവേഷൻ അല്ലേ, വാട്ടർ കൊണ്ട് ഫുള്ളായിട്ടിരിക്കുന്ന സിറ്റുവേഷനാണ് ടേർജിഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഇൻക്രീസസ് ദ പ്രഷർ പൊട്ടൻഷ്യൽ. അതായത് വാട്ടർ ഇതിനകത്തേക്ക് ഡിഫ്യൂസ് ചെയ്ത് കയറും തോറും അതിൻ്റെ പ്രഷർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ആൻഡ് പ്രഷർ പൊട്ടൻഷ്യൽ ഈസ് യൂഷ്വലി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എത്രമാത്രം വാട്ടർ ഡിഫ്യൂസ് ചെയ്ത് പ്ലാന്റ് സെല്ലിനകത്ത് കയറുന്നുണ്ട് അത്രയും പ്രഷർ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനനുസരിച്ച് അതിൻ്റെ പ്രഷർ പൊട്ടൻഷ്യലും കൂടും. സോ പ്രഷർ പൊട്ടൻഷ്യൽ ഈസ് പോസിറ്റീവ്. പക്ഷേ പ്ലാന്റ്സിൽ ചിലപ്പോൾ നെഗറ്റീവ് പൊട്ടൻഷ്യലും ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. പ്രഷർ പൊട്ടൻഷ്യൽ എന്താകും? നെഗറ്റീവ് ആകാറുണ്ട്. യൂഷ്വലി പ്രഷർ പൊട്ടൻഷ്യൽ ഈസ് പോസിറ്റീവ്. ചിലപ്പോൾ പ്രഷർ പൊട്ടൻഷ്യൽ എന്താകാറുണ്ട്? നെഗറ്റീവ് ആകാറുണ്ട്. പ്ലാന്റ്സിൻ്റെ കേസിലാണ് കേട്ടോ, പ്ലാന്റ് സെല്ലിനാണ് പറയുന്നത്. നെഗറ്റീവ് ആകാറുണ്ട്. എപ്പോഴാണ്? ഇൻ സൈലം. അപ്പോൾ പ്ലാന്റ്സിലെ സൈലത്തിൻ്റെ റോൾ എന്താണ്? ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ അല്ലേ. താഴെ നിന്നും അങ്ങ് മുകളിലേക്ക് വാട്ടറിനെ പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് സൈലമാണ്. അപ്പോൾ ഇൻ പ്ലാന്റ്സ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഓർ ടെൻഷൻ ഇൻ ദ വാട്ടർ കോളം ഇൻ ദ സൈലം പ്ലേസ് എ മേജർ റോൾ ഇൻ വാട്ടർ ട്രാൻസ്പോർട്ട് അപ്പ് എ സ്റ്റെം. അപ്പോൾ ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് സെല്ലിനകത്തേക്ക് വാട്ടർ ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്ത് കയറുന്നു. അതേ സമയത്ത് തന്നെ ഞാനൊരു ട്യൂബ് വെച്ചിട്ട് ഈ വാട്ടർ ഇങ്ങനെ വലിച്ചെടുക്കുകയാണെന്ന് വിചാരിക്കുക. സെല്ലിനകത്തു നിന്ന് വാട്ടർ കയറിക്കൊണ്ടിരിക്കുന്നു, അതേസമയം നമ്മൾ വാട്ടറിനകത്ത് പുള്ളി ചെയ്തെടുക്കുന്നു വിചാരിക്കുക ഒരു ട്യൂബ് വെച്ചിട്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താകും? പ്രഷർ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആകുമല്ലോ. പ്രഷർ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും വാട്ടർ കയറും തോറും. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇത് പ്ലാന്റ്സിൽ നടക്കാം. എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പിരേഷൻ നടക്കുമ്പോഴല്ലേ. അത് സൈലത്തിലാണ് വരിക കേട്ടോ. സൈലമാണ് വാട്ടറിനെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പിരേഷൻ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രാൻസ്പിരേഷൻ ഇസ് എ ലോസ് ഓഫ് വാട്ടർ ഫ്രം പ്ലാന്റ്സ് ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ പഠിച്ചിട്ടുണ്ടല്ലേ. ആ ഒരു ട്രാൻസ്പിരേഷൻ പുൾ അവിടെ നടക്കുന്നുണ്ട്, വാട്ടർ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നത്. അത് നിങ്ങൾ ഇനി പഠിക്കുന്നുണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. ട്രാൻസ്പിരേഷൻ നടക്കുമ്പോൾ സൈലത്തിനകത്തൊരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് സൈലത്തിന് അങ്ങ് താഴെ ഒന്ന് മുകളിലേക്ക് വരെ വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത് ടു ദ ടിപ്പ് ഓഫ് ദ സ്റ്റെം. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ചാപ്റ്റർ പഠിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ. അപ്പോൾ പ്ലാന്റ്സിൽ നെഗറ്റീവ് പ്രഷർ പൊട്ടൻഷ്യലും ക്രിയേറ്റ് ചെയ്യപ്പെടാം ഇൻ സൈലം ഡ്യൂ ടു ട്രാൻസ്പിരേഷൻ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് വാട്ടർ പൊട്ടൻഷ്യൽ ഒന്നുകൂടെ കൺസോളിഡേറ്റ് ചെയ്ത് പറയാം. വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് എ സെൽ ഈസ് അഫക്റ്റഡ് ബൈ ബോത്ത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആൻഡ് പ്രഷർ പൊട്ടൻഷ്യൽ. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം ഈസ് ആസ് ഫോളോസ്. psi W is equal to psi S plus psi P. ഇതിൽ psi S നെഗറ്റീവ് ആണെന്ന് നമ്മൾ കണ്ടു, psi P പോസിറ്റീവ് ആണെന്ന് കണ്ടു. നെഗറ്റീവ് ആണെന്ന കണ്ടീഷനും കണ്ടല്ലേ. അപ്പോൾ യൂഷ്വലി ഇറ്റ് ഈസ് പോസിറ്റീവ്. അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യലിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങളോട് ചേർന്നിട്ടാണ് psi എസും psi പിയും. അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു കാര്യമാണ് ഓസ്മോസിസ്. ഓസ്മോസിസ് നമുക്കറിയാലോ എന്താണ്. ഇറ്റ് ഈസ് എ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടുവേർഡ്സ് എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ഓർ സിംപ്ലി ഇറ്റ് ഈസ് എ ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ അല്ലേ. In plants, the central vacuole whose contains the vacuolar sap contribute to the solute potential of the cell. അപ്പോൾ നമുക്കറിയാം പ്ലാന്റ് സെല്ലിലെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് വാക്യൂൾ എന്ന് പറയുന്നത്. വാക്യൂള് വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാം, ന്യൂട്രിയൻസ് ലൈക്ക് ഷുഗർ, അമിനോ ആസിഡ്സ് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ അതിനകത്ത് ടോട്ടൽ കണ്ടൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് വാക്യൂലാർ സാപ്പ്. വാക്യൂൾസിനകത്തുള്ള സംഗതികളൊക്കെയാണ് നമ്മൾ ചേർത്ത് വാക്യൂലാർ സാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. സോ വാക്യൂൾ കോൺട്രിബ്യൂട്ട് അല്ലെങ്കിൽ വാക്യൂലാർ സാപ്പ് കോൺട്രിബ്യൂട്ട് ടു ദ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഓഫ് ദ സെൽ. പ്ലാന്റ് സെല്ലിൻ്റെ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്
ഈ വാക്യുലർ സാപ്പൽ മെംബ്രെയിൻ ആൻഡ് ദ മെംബ്രെയിൻ ഓഫ് ദ വാക്യൂൾ ദാറ്റ് ഈസ് ടോണോപ്ലാസ്റ്റ്. രണ്ട് മെംബ്രെയിൻസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് സെൽ മെംബ്രെയിൻ, സെല്ലിൻ്റെ മെംബ്രെയിൻ, മറ്റത് വാക്യൂളിൻ്റെ മെംബ്രെയിൻ. അതിനെ നമ്മൾ ടോണോപ്ലാസ്റ്റ് എന്നാണ് പറയുക. ഈ രണ്ട് മെംബ്രെയിനും കൂടെ ചേർന്നിട്ടാണ് ടുഗെദർ ആർ ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻസ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഇൻ ഓർ ഔട്ട് ഓഫ് ദ സെൽ. സെല്ലിനകത്തേക്കോ പുറത്തേക്കോ ഒക്കെ മോളിക്യൂൾസ് അല്ലെങ്കിൽ വാട്ടറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? ഈ രണ്ട് മെംബ്രെയിൻസും കൂടെ ചേർന്നിട്ടാണ്, സെൽ മെംബ്രെയിനും ടോണോപ്ലാസ്റ്റും കൂടെ. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ എന്താണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ അക്രോസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ, ദാറ്റ് ഈസ് ഓസ്മോസിസ്. ദ നെറ്റ് ഡിറക്ഷൻ ആൻഡ് റേറ്റ് ഓഫ് ഓസ്മോസിസ് ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് പ്രഷർ ഗ്രേഡിയൻ ആൻഡ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ. വാട്ടറിൻ്റെ കോൺസെൻട്രേഷനും പ്രഷറും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരും ഈ ഓസ്മോസിസ് കേട്ടോ. അതിനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഇവരൊക്കെ, പ്രഷർ ഗ്രേഡിയൻറ്റും കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റും. വാട്ടർ വിൽ മൂവ് ഫ്രം ഇറ്റ്സ് റീജിയൺ ഓഫ് ഹയർ കെമിക്കൽ പൊട്ടൻഷ്യൽ ടു ഇറ്റ്സ് റീജിയൺ ഓഫ് ലോവർ കെമിക്കൽ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞില്ലേ, കെമിക്കൽ പൊട്ടൻഷ്യൽ. വറീഡ് ആവേണ്ട, കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വാട്ടർ പൊട്ടൻഷ്യൽ തന്നെയാണ്, അല്ലെങ്കിൽ വാട്ടർ കോൺസെൻട്രേഷൻ തന്നെയാണ് കേട്ടോ, ഒരു ഡിഫറൻസും ഇല്ല. സോ വാട്ടർ വിൽ മൂവ് ഫ്രം the region of higher chemical potential or higher water concentration or higher water potential or from higher kinetic energy towards a lower chemical potential until an equilibrium is reached. ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തുന്നിടം വരെ. ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിയുമ്പോൾ, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ, അപ്പോൾ രണ്ട് സൊല്യൂഷൻസ് നമ്മൾ എടുത്തു. ഒന്നിൽ വാട്ടർ കോൺസെൻട്രേഷൻ കൂടുതലായിരുന്നു, ഒന്നിൽ കുറവായിരുന്നു. അപ്പോൾ കൂടുതലിൽ നിന്നും കുറവുള്ളിടത്തേക്ക് വാട്ടർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടിടത്തും സെയിം കോൺസെൻട്രേഷൻ എത്തുന്ന ആ ഒരു സമയം, അതിനാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുക അല്ലേ. ആ ഒരു സ്റ്റേജിൽ പിന്നെ വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് ഫർദർ ആയിട്ട് നടക്കില്ല, രണ്ടിടത്തും സെയിം കോൺസെൻട്രേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലേ. ഓക്കെ. സോ അറ്റ് ഇക്വിലിബ്രിയം ദ ടു ചേമ്പേഴ്സ് ഷുഡ് ഹാവ് നിയർലി ദ സെയിം വാട്ടർ പൊട്ടൻഷ്യൽ. ഒരേ വാട്ടർ പൊട്ടൻഷ്യലായിരിക്കും ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാകുക. പിന്നെ വാട്ടറിൻ്റെ ഫർദർ മൂവ്മെൻറ്റ് ഒന്നും നടക്കില്ല. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അതിനെ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അല്ല ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, NCERT-യിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. രണ്ട് സൊല്യൂഷൻസ് തന്നിട്ട് ഏതിലാണ് വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലുള്ളത്, ഏതിലാണ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടുതലുള്ളത്, എന്തിൽ നിന്ന് എങ്ങോട്ടാണ് വാട്ടർ മൂവ് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് ചേമ്പേഴ്സ് അല്ലേ കൊടുത്തിട്ടുണ്ട്, എയും ബിയും, രണ്ടിലും വാട്ടർ ഉണ്ട്, പിന്നെ സൊല്യൂട്ട്സും ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. സൊല്യൂട്ട് മോളിക്യൂൾസ്, ഈ പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്നത് സൊല്യൂട്ട് മോളിക്യൂൾസ് ആണ്. ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ, സൊല്യൂഷൻ ഓഫ് വിച്ച് ചേമ്പർ ഹാസ് എ ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ. ഏത് ചേമ്പറിലാണ് കുറഞ്ഞ വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ളത്? നമുക്ക് ഡൗട്ടില്ല അല്ലേ. ഏതാണ് കുറഞ്ഞ വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ളത്? ബിയിലാണ്. ബിക്കോസ് അവിടെയാണ് കൂടുതൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ നമുക്ക് കാണാൻ പറ്റുക. ദാറ്റ് മീൻസ് അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കമ്മിയായിരിക്കും. സോ സൊല്യൂഷൻ ഓഫ് ബി ഹാസ് ദ ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ. ഡൗട്ടില്ലല്ലോ? ഇല്ല. സൊല്യൂഷൻ ഓഫ് വിച്ച് ചേമ്പർ ഹാസ് എ ലോവർ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. അവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. ഏത് ചേമ്പറാണ് ഏറ്റവും കുറഞ്ഞ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഉള്ളത്? എയും ബിയും കൂടെ എടുത്താൽ ഏറ്റവും കുറവ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഉള്ളത് എവിടെയാണ്? ബിയിലാണ്. എന്തുകൊണ്ടാണ്? അവിടെയാണ് സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളത്, അവിടെയാണ് ഏറ്റവും കൂടുതൽ സൊല്യൂട്ട്സ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെയായിരിക്കും ഏറ്റവും കുറഞ്ഞ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഉള്ളത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ളത് എവിടെയാണ്? ബിയിലാണ്. അവിടെ തന്നെയായിരിക്കും എന്തും ഏറ്റവും കുറഞ്ഞ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഉള്ളത്. മനസ്സിലായോ? ഓക്കെ. ഇൻ വിച്ച് ഡിറക്ഷൻ വിൽ ഓസ്മോസിസ് ഒക്കർ. എവിടെ നിന്ന് എങ്ങോട്ടാണ് ഓസ്മോസിസ് നടക്കുക? ഹയർ വാട്ടർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ വാട്ടർ കോൺസെൻട്രേഷനിലേക്ക്. അങ്ങനെയാകുമ്പോൾ ഫ്രം എ ടു ബി. ഇവിടെയാണ് വാട്ടർ കോൺസെൻട്രേഷൻ കൂടുതലുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്രം എ ടു ബി, ദാറ്റ് ഈസ് ദ ഡിറക്ഷൻ. ദെൻ ഡി, ക്വസ്റ്റ്യൻ ഡി, വിച്ച് സൊല്യൂഷൻ ഹാസ് എ ഹയസ്റ്റ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. ഏത് ചേമ്പറിലായിരിക്കും കൂടുതൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഉള്ളത്? ഈ ബിയിലാണ് ഏറ്റവും കുറഞ്ഞ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ അല്ലേ, കൂടുതൽ കോൺസെൻട്രേഷൻ നമ്മൾ സൊല്യൂട്ടിൻ്റെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഹയസ്റ്റ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എവിടെയാണ് വരിക? എയിലാണ് വരിക. അവിടെയാണ് നമ്മൾ കുറച്ച് സൊല്യൂട്ട്സ് ആഡ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ സൊല്യൂഷൻ എയിലാണ്, ചേമ്പർ എയിലാണ് ഹയസ്റ്റ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഉള്ളത്. ഇനി ഈ ക്വസ്റ്റ്യൻ ഇ, അറ്റ് ഇക്വിലിബ്രിയം വിച്ച് ചേമ്പർ വിൽ ഹാവ് ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ. ഇക്വിലിബ്രിയത്തിൽ ഏത് ചേമ്പറിലായിരിക്കും കുറഞ്ഞ വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ളത്? അതിലേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല, കാരണം NCERT തന്നെ പറയുന്നുണ്ട് അറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ രണ്ട് സൊല്യൂഷനിലും രണ്ടിടത്തും ഒരേപോലെ ആയിരിക്കും. ഒന്നിൽ കൂടുതൽ മറ്റതിൽ കുറവൊന്നുമില്ല, രണ്ടിടത്തും ഒരേപോലെ ആയിരിക്കും അല്ലേ. അപ്പം അറ്റ് ഇക്വിലിബ്രിയം വിച്ച് ചേമ്പർ വിൽ ഹാവ് ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ എന്ത് ആൻസർ എഴുതും? അങ്ങനെ ഒരു സംഭവമില്ല അല്ലേ. ബോത്ത് ദ സൊല്യൂഷൻസ് വി ഹാവ് സെയിം വാട്ടർ പൊട്ടൻഷ്യൽ. രണ്ടിടത്തും ഒരേപോലെയുള്ള വാട്ടർ പൊട്ടൻഷ്യൽ ആയിരിക്കും ഉള്ളത്. ഇക്വിലിബ്രിയത്തിൽ സെയിം വാട്ടർ പൊട്ടൻഷ്യലാണ് രണ്ട് ചേമ്പറിൽ നമുക്ക് കാണാൻ പറ്റുക. ക്വസ്റ്റ്യൻ എഫ്, if one chamber has a psi of -2000 kilopascal and the other -1000 kilopascal,
വിച്ച് ഇസ് എ ചേംബർ ദാറ്റ് ഹാസ് ദ ഹയർ സൈ. അപ്പോൾ നമ്മൾ പഠിച്ചു സൈയുടെ വാല്യൂ മോർ നെഗറ്റീവ് ആകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ മോർ കുറയുക എന്നാണ്. കൂടുതലും കുറഞ്ഞ് 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 വരിക എന്നാണ് അല്ലേ. കൂടുതലാകുന്നില്ല, കൂടുതലും കുറഞ്ഞ് വരിക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ സൈയുടെ വാല്യൂ ഇവിടെ മോർ നെഗറ്റീവ് ആയിരിക്കും. അതാ ഇവിടെ ഈ ചേംബറിൽ -2000, ഇവിടെ -2000 ആണെന്ന് വിചാരിക്കുക. ഒരു ചേംബറിൽ, ഞാൻ 2 ചേംബർ ഇവിടെ അങ്ങ് വരയ്ക്കുകയാണേ. ഒരു ചേംബറിൽ -2000 ആണ് സൈയുടെ വാല്യൂ, മറ്റെടുത്ത് -1000 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ എവിടെയായിരിക്കും ഹയർ സൈ അല്ലെ ഹയർ പൊട്ടൻഷ്യൽ ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ് ഹയർ പൊട്ടൻഷ്യൽ ഉള്ളത്? ഈ -1000-ലാണല്ലേ. ബിക്കോസ് നമ്മൾ പഠിച്ചു സൈയുടെ വാല്യൂ മോർ നെഗറ്റീവ് ആകും തോറും അതിൻ്റെ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരികയാണ്. അപ്പോൾ കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ളത്, കൂടുതൽ സൈ ഉള്ളത് എവിടെയാണ്? ദ ചേംബർ വിത്ത് -1000 kPa. കേട്ടോ, ഇവിടാണ് -1000 kPa ഉള്ളിടത്താണ് ഹയർ സൈ ഉള്ളത്. ഓക്കെ, യെസ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ G, what will be the direction of the movement of water when two solutions with psi W is equal to 0.2 megapascal and psi W is equal to 0.1 megapascal are separated by a selectively permeable membrane? ഇതിൽ ഒന്നും ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. വാട്ടർ പൊട്ടൻഷ്യൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരിടത്ത് 0.2 ആണ്, മറ്റിടത്ത് 0.1 ആണ്. അപ്പോൾ കൂടുതൽ എന്താണ്? 0.2. രണ്ടും ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ട് വാട്ടർ മൂവ് ചെയ്യും? പൊട്ടൻഷ്യൽ കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്ക്. വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്ക്. ദാറ്റ് മീൻസ് 0.2-ൽ നിന്നും 0.1-ലേക്ക് ഡയറക്റ്റായിട്ട് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡൗട്ടൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് ഒരു ഡെമോൺസ്ട്രേഷനാണ് ഓസ്മോസിസിൻ്റെ. ഡെമോൺസ്ട്രേഷൻ ഓഫ് ഓസ്മോസിസ് ഇതിനെ നമ്മൾ ടെസിൽ ഫണൽ എക്സ്പെരിമെൻറ്റ് എന്ന് പറയും. ടെസിൽ ഫണൽ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ബീക്കർ, അതിൽ വാട്ടർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു ടെസിൽ ഫണൽ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ അതിൽ നമ്മൾ സുക്രോസ് സൊല്യൂഷൻ അല്ലെങ്കിൽ സുക്രോസ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ടെസിൽ ഫണൽ ഈസ് ഫിൽഡ് വിത്ത് സുക്രോസ് സൊല്യൂഷൻ. കണ്ടോ, ടെസിൽ ഫണൽ, അതിനകത്ത് നമ്മൾ സുക്രോസ് സൊല്യൂഷൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആൻഡ് കെപ്റ്റ് ഇൻവേർട്ടഡ് ഇൻ എ ബീക്കർ കണ്ടെയ്നിങ് വാട്ടർ. അതാണ് ഈ ബീക്കറിൽ നമ്മൾ കമഴ്ത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ടെസിൽ ഫണൽ. വാട്ടർ വിൽ ഡിഫ്യൂസ് അക്രോസ് ദ മെംബ്രെയിൻ. ഇനിയിപ്പോൾ നമ്മൾ ഈ ടെസിൽ ഫണലിനകത്ത് മുക്കി വെക്കുമ്പോൾ ഈ രണ്ട് സൊല്യൂഷനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ബീക്കറിൽ വാട്ടറാണ് നമുക്കറിയാം അല്ലേ. ഇതിൽ നമ്മൾ സുക്രോസ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വേണം അല്ലേ. ആ മെംബ്രെയിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് എഗ് മെംബ്രെയിനാണ് കേട്ടോ, എഗ് മെംബ്രെയിൻ. അപ്പോൾ ഇവിടെ ഒരു മെംബ്രെയിനും കൊടുത്തിട്ടുണ്ട്. സോ വാട്ടർ വിൽ ഡിഫ്യൂസ് അക്രോസ് ദ മെംബ്രെയിൻ. അപ്പോൾ ബീക്കറിൽ നിന്ന് വാട്ടർ എങ്ങോട്ട് പോകും? ടെസിൽ ഫണലിലേക്ക് കയറും അല്ലേ. എവിടെയാണ് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളത് അവിടെ നിന്ന് കുറവുള്ളിടത്തേക്ക് പോകും. ടു റൈസ് ദ ലെവൽ ഓഫ് ദ സൊല്യൂഷൻ ഇൻ ദ ഫണൽ. അപ്പോൾ വാട്ടർ ഇവിടെ നിന്ന് ഡിഫ്യൂസ് ചെയ്ത് ഇങ്ങോട്ട് പോകും. ഇവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ അങ്ങനെ കൂടി വരും. പ്രഷർ ക്യാൻ ബി അപ്ലൈഡ് ആസ് ഷോൺ ടു സ്റ്റോപ്പ് ദ വാട്ടർ മൂവ്മെൻറ്റ് ഇൻ ടു ദ ഫണൽ. അപ്പോൾ രണ്ടാമത്തത്, ഇപ്പോൾ ഇത് ഡയഗ്രാം എയിൽ കൊടുത്തിരിക്കുന്ന വാട്ടറിൻ്റെ ഡിഫ്യൂഷനാണ് കേട്ടോ, ത്രൂ ദ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഇൻ ടു ദ ടെസിൽ ഫണൽ. ബിയിൽ പറയുന്നത്, ഡയഗ്രാം ബിയിൽ പറയുന്നത്, ഇവിടെ നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുകയാണല്ലേ. ടെസിൽ ഫണലിൻ്റെ മുകളിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുകയാണ്. എന്താണ് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത്? ടു സ്റ്റോപ്പ് ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഇൻ ടു ദ ഫണൽ. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള വാട്ടർ മൂവ്മെൻറ്റ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ആ പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അടുത്തായിട്ട് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷറാണ്. Osmotic pressure is the pressure required to stop the diffusion of water across the membrane. Osmotic pressure is the pressure applied to stop the diffusion of water across the membrane. അപ്പോൾ വാട്ടറിൻ്റെ ഡിഫ്യൂഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ. External pressure can be applied from the upper part of the funnel such that no water diffuses into the funnel through the membrane. Okay, നമുക്കറിയാം. This pressure required to prevent the water from diffusing is in fact is the osmotic pressure. അതാണ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? പ്രഷർ required to prevent the water movement. Pressure required to stop the water diffusion അല്ലേ, diffusion of water across the membrane. That is osmotic pressure. അപ്പോൾ അത് സൊല്യൂട്ട് കോൺസെൻട്രേഷനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ എത്രമാത്രം സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഉണ്ടോ അത്രമാത്രം പ്രഷർ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന പ്രഷറും കൂടും. ഓക്കെ, ദ മോർ ദ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഗ്രേറ്റർ വിൽ ബി ദ പ്രഷർ റിക്വയർഡ് ടു പ്രിവെൻറ്റ് ദ വാട്ടർ ഫ്രം ഡിഫ്യൂസിങ് ഇൻ. മനസ്സിലായി? ന്യൂമറിക്കലി ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഇക്വലൻറ്റ് ടു ദ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ബട്ട് ദ സൈൻ ഈസ് ഓപ്പോസിറ്റ്. ഈ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ന് ഇവിടെ NCERT കൊടുത്തിരിക്കുന്നത് സൊല്യൂട്ട് പൊട്ടൻഷ്യലാണ് കേട്ടോ. എഴുതി വയ്ക്കുക ടെക്സ്റ്റ് ബുക്കിൽ. ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് പൊട്ടൻഷ്യലാണ്.
Numerically, osmotic pressure is equivalent to the osmotic potential or solute potential, but the sign is opposite. എന്ന് പറഞ്ഞാൽ solute potential നെഗറ്റീവ് ആണ്, പക്ഷേ osmotic pressureന്റെ sign പോസിറ്റീവ് ആണ്. This is the positive pressure which we applied. Osmotic pressure is positive, okay? പക്ഷേ solute potential നെഗറ്റീവ് ആണ്, okay? Osmotic pressure is the positive pressure applied while osmotic potential is negative. മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങൾ? This is final experiment. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് പ്ലാന്റ് വാട്ടർ റിലേഷൻസിൽ ഐസോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ആൻഡ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. നമ്മൾ പ്ലാന്റ്സിലിൻ്റെ കാര്യമല്ലേ പറയുന്നത്, പ്ലാന്റ് വാട്ടർ റിലേഷൻസല്ലേ പഠിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഇതാ ഈ കൊടുത്തിരിക്കുന്നത് സെല്ലാണ്. സെല്ലിനകത്ത് സൈറ്റോപ്ലാസം ഉണ്ട്, വാട്ടർ കണ്ടൻറ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്തും കുറച്ച് സൊല്യൂട്ട്സ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഈ കൊടുത്തിരിക്കുന്നത് സെല്ലിന് പുറത്തുള്ള കാര്യമാണ്. ദാറ്റ് മീൻസ് എക്സ്ട്രാ സെല്ലുലാർ എൻവയോൺമെൻറ്റ്. അതും വാട്ടറി എൻവയോൺമെൻറ്റ് ആണ് അല്ലേ. വാട്ടർ കണ്ടൻറ് അവിടെയുണ്ട്, അവിടെയും സൊല്യൂട്ട്സ് ഉണ്ട്. ഓക്കെ. ഐസോട്ടോണിക് സൊല്യൂഷൻ ഈസ് എ സൊല്യൂഷൻ ദാറ്റ് ഹാസ് ദ സെയിം സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ആസ് അനദർ സൊല്യൂഷൻ. മറ്റൊരു സൊല്യൂഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൊല്യൂഷനിൽ സെയിം സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയും. നോട്ട് ചേഞ്ച് ഇൻ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ, സെയിം സൊല്യൂട്ട് കോൺസെൻട്രേഷൻ, ഐസോ സെയിം. അപ്പം നമ്മൾ പ്ലാന്റ് സെല്ലിൻ്റെ കേസിലാണെങ്കിൽ ഇതാ ഇത് സെല്ലാണല്ലേ, ഇത് എക്സ്ട്രാ സെല്ലുലാർ എൻവയോൺമെൻറ്റ്, സെല്ലിന് പുറത്തുള്ള കാര്യം. അപ്പോൾ രണ്ടിടത്തും സെയിം സൊല്യൂട്ട് കോൺസെൻട്രേഷനാണ്, സെല്ലിനകത്തും പുറത്തും സെയിം സൊല്യൂട്ട് കോൺസെൻട്രേഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഐസോട്ടോണിക് കണ്ടീഷനാണ്. മനസ്സിലായോ? അപ്പോൾ ഇതാ സെല്ലിനകത്ത് 80% വാട്ടറും 20% സൊല്യൂട്ട് കോൺസെൻട്രേഷനും ഉണ്ട്. അതുപോലെ തന്നെ സെല്ലിന് പുറത്തും 80% വാട്ടറും 20% സൊല്യൂട്ട് കോൺസെൻട്രേഷനും ഉണ്ട്. മനസ്സിലായോ? അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ല. ദർ ഈസ് നോ നെറ്റ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ പാർട്ടിക്കിൾസ്. വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് ഇവിടെ നിങ്ങോട്ടോ അവിടെ നിങ്ങോട്ടോ നടക്കില്ല. നോ നെറ്റ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ പാർട്ടിക്കിൾസ് ആൻഡ് ദ ഓവറോൾ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് ദ സൈഡ്സ് ഓഫ് ദ സെൽ മെമ്പറൈൻ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. സെൽ മെമ്പറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സെയിം കോൺസെൻട്രേഷൻ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യപ്പെടുക അല്ലേ. ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ നോക്കാം. എ സൊല്യൂഷൻ ദാറ്റ് ഹാസ് എ ഹയർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ദാൻ ദ അനദർ സൊല്യൂഷൻ. സൊല്യൂഷനിൽ കൂടുതൽ സൊല്യൂട്ട് മോളിക്യൂൾസ് ഡിസോൾവ് ആണെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയും. ഹൈപ്പർട്ടോണിക്, മോർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. ഓക്കെ. അപ്പോൾ ഇവിടെ സെല്ലിന് പുറത്തെ കാര്യം നോക്കുക. സെല്ലിന് പുറത്തൊരു ഹൈപ്പർട്ടോണിക് എൻവയോൺമെൻ്റ് ആണല്ലേ. ഇതാ 40% സൊല്യൂട്ട് കോൺസെൻട്രേഷൻ, 60% ഓഫ് വാട്ടർ ഔട്ട്സൈഡ് ദ സെൽ. പക്ഷേ ഇവിടെ സെല്ലിനകത്ത് 20% സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഇവിടെ വെച്ച് നോക്കുമ്പോൾ കുറവാണല്ലേ. 80% വാട്ടറിൻ്റെ കണ്ടൻ്റാണ് ഇവിടെ കൂടുതൽ. ഇവിടെ വാട്ടർ കണ്ടൻറ്റ് കുറവാണ്, കൂടുതൽ ഇവിടെ എന്താണുള്ളത് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ദാൻ ദ സെല്ലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജിൽ ഇത് ഹൈപ്പർട്ടോണിക് എൻവയോൺമെൻ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ അല്ലേ, അങ്ങനെ വരുമ്പോൾ സെല്ലിനകത്തുനിന്ന് വാട്ടർ പുറത്തേക്ക് പോകും. വാട്ടർ മൂവ്സ് ഔട്ട് ഓഫ് ദ സെൽ ബിക്കോസ് ഇവിടെയാണ് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലുള്ളത്. ദാറ്റ് മീൻസ് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവുള്ളത് ഇവിടെയാണ്. അപ്പോൾ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്തുനിന്നും കുറവുള്ളിടത്തേക്ക് വാട്ടർ മൂവ് ചെയ്യും. കോസിങ് ക്രീനേഷൻ, അതിന് നമ്മൾ പ്ലാസ്മോളൈസ്ഡ് സ്റ്റേജ് എന്ന് പറയാം കേട്ടോ. പ്ലാസ്മോലൈസിസ് എന്ന് പറയുന്നത് സെല്ലിനകത്തുനിന്ന് വാട്ടർ നഷ്ടപ്പെട്ടിട്ട് സെല്ല് ഷ്രിങ്ക് ചെയ്യുന്ന അവസ്ഥയെ നമ്മൾ പ്ലാസ്മോലൈസിസ് സ്റ്റേജ്, പ്ലാസ്മോളൈസ്ഡ് സ്റ്റേജ് എന്ന് പറയുക. നമ്മൾ അടുത്ത സ്ലൈഡിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്രീനേഷൻ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്ലാസ്മോലൈസ്ഡ് സ്റ്റേജിനെയാണ്. ഓക്കെ. പ്ലാസ്മോളിസിസ് അല്ലെങ്കിൽ ഷ്രിങ്കേജ് ആണ് കേട്ടോ. ഇനി ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആണെങ്കിൽ എ സൊല്യൂഷൻ വിത്ത് ലെസ് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ വിത്ത് മോർ വാട്ടർ കോൺസെൻട്രേഷൻ, അതിനാണ് നമ്മൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂഷൻ ദാറ്റ് ഹാസ് ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ദാൻ ദ അനദർ സൊല്യൂഷൻ. എ സൊല്യൂഷൻ ദാറ്റ് ഹാസ് ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ദാൻ അനദർ സൊല്യൂഷൻ, അത് നമ്മൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയും. അങ്ങനെയുള്ള സ്റ്റേജിൽ ഈ ഡയഗ്രാം നോക്കുക. സെല്ല് അതിന് പുറത്ത്, അപ്പോൾ സെല്ലിന് പുറത്തൊരു ഹൈപ്പോട്ടോണിക് മീഡിയം ആണല്ലേ. സെല്ലിനകത്താണ് കുറച്ച് സൊല്യൂട്ട്സ് അധികം കാണുന്നത്, സെല്ലിന് പുറത്ത് കുറച്ചേ ഉള്ളൂ സൊല്യൂട്ട്സ് അല്ലേ. ദാറ്റ് മീൻസ് ഇവിടെയാണ് വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ, ഇവിടെ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കുറവാണ് സെല്ലിനകത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്, സെല്ലിന് പുറത്ത് 90% വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്, പക്ഷേ സെല്ലിനകത്ത് 80% ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ വാട്ടർ വിൽ മൂവ് ഇൻ ടു ദ സെൽ, വാട്ടർ മൂവ്സ് ഇൻ ടു ദ സെൽ. അങ്ങനെ വരുമ്പോൾ സെല്ല് എക്സ്പാൻഡ് ചെയ്യും, സെല്ല് ടേർജ്ഡ് ആകും അല്ലേ, സെല്ല് എക്സ്പാൻഡ് ചെയ്യും. വാട്ടർ പാർട്ടിക്കിൾസ് വിൽ മൂവ് ഇൻ ടു ദ സെൽ കോസിങ് ദ സെൽ എക്സ്പാൻഡ് ആൻഡ് ഈവൻച്വലി ലൈസ്. അപ്പോൾ അങ്ങനെ ഒരുപാട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ല് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, സെൽ ലൈസസിന് കാരണമാകാൻ സാധ്യതയുണ്ട് അല്ലേ. ഓക്കെ. അപ്പോൾ 3 സൊല്യൂഷൻസിലും സെല്ലിൻ്റെ അവസ്ഥ കണ്ടല്ലോ എന്താണെന്നും. ഒന്നാമത്തേത് നോക്കൂ, ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ നമ്മൾ സെല്ലിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? പ്ലാന്റ് സെല്ലിനെ നമ്മൾ ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? പ്ലാസ്മോലൈസ്ഡ് ആകും അല്ലേ. എന്താ പറ്റുക? സെല്ലിനകത്തുനിന്ന് വാട്ടർ പുറത്തേക്ക് പോകും.
സെല്ല് ഷ്രിങ്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സെൽ വോൾ മാത്രം അവിടെ നിൽപ്പുണ്ട് അല്ലേ. സെൽ വോളിനെ അവിടെ നിർത്തിക്കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പ്രോട്ടോപ്ലാസം, ദാറ്റ് മീൻസ് സൈറ്റോപ്ലാസവും സെൽ മെംബ്രെയിനും ഒക്കെ ഉൾപ്പെടുന്ന ആ പോർഷൻ മൊത്തം ഷ്രിങ്ക് ചെയ്ത് അകത്തേക്ക് വലിഞ്ഞ് നിൽക്കുകയാണ്. സെൽ വോൾ മാത്രം ഇവിടെ പുറത്ത് നിൽപ്പുണ്ട്. ദാറ്റ് മീൻസ് ആ സെൽ വോളിൽ അവിടെയും ഈ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ടാണ് സെൽ വോളിൽ ഷ്രിങ്ക് ചെയ്തത്. സെൽ വോൾ അല്ലെങ്കിലും ഒരു ലിവിങ് പാർട്ടല്ല, നമുക്കറിയാം അല്ലേ. സെല്ലിന് പുറത്ത് കാണപ്പെടുന്ന പോർഷനല്ലേ. സോ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ നമ്മൾ സെല്ലിട്ട് കഴിഞ്ഞാൽ സെല്ല് പ്ലാസ്മോലൈസ്ഡ് ആകും, സെല്ല് ഷ്രിങ്ക് ചെയ്ത് പോകും. അതാണ് ഫസ്റ്റ് കേസ് കൊടുത്തിരിക്കുന്നത്. ഐസോട്ടോണിക് സൊല്യൂഷനിൽ നമ്മൾ സെല്ലിട്ട് കഴിഞ്ഞാൽ, അതായത് സെയിം സൊല്യൂട്ട് കോൺസെൻട്രേഷൻ അല്ലേ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ പറ്റുക, അതിന് നമ്മൾ ഫ്ലാസിഡ് കണ്ടീഷൻ എന്ന് പറയും. ഫ്ലാസിഡ്, ദർ ഇസ് നോ നെറ്റ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഇൻ ആൻഡ് ഔട്ട് സൈഡ് ഓഫ് ദ സെൽ. വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ല, ബിക്കോസ് ഐസോട്ടോണിക് സൊല്യൂഷനിലാണ് നമ്മൾ സെല്ലിനെ കൊണ്ടിട്ടത്. അപ്പോൾ അത് നമ്മൾ ഫ്ലാസിഡ് സ്റ്റേജ് എന്ന് പറയും. ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ നമ്മൾ സെല്ലിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും, സെല്ലിനകത്തേക്ക് വെള്ളം കയറും അല്ലേ. സെല്ലിനകത്തേക്ക് വാട്ടർ കയറിയിട്ട് സെല്ലിനെ ടെർജിഡ് ആക്കും. മനസ്സിലായോ? അപ്പോൾ ആ ടെർജിഡിറ്റിയെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ NCERT പറയുന്നുണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. When the cells are placed in hypotonic solution, that means higher water potential or dilute solution as compared to the cytoplasm, water diffuses into the cell, causing the cytoplasm to build up a pressure against the cell wall that is called turgor pressure. നമ്മൾ നേരത്തെ കണ്ടല്ലേ എന്താണ് പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ടർഗർ പ്രഷർ എക്സ്പ്ലെയിൻ ചെയ്ത്. എന്താണ്, വാട്ടർ ഡിഫ്യൂസ് ചെയ്ത് സെല്ലിനകത്ത് കയറുന്നത് ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അഗെയിൻസ്റ്റ് ദ സെൽ വോൾ. അതിനാണ് നമ്മൾ ടർഗർ പ്രഷർ എന്ന് പറയുന്നത്. അതാണ് പ്രഷർ പൊട്ടൻഷ്യൽ അല്ലേ. യെസ്, the pressure exerted by the protoplast due to the entry of water against the rigid walls is called pressure potential. ഞാനിപ്പോൾ പറഞ്ഞ തന്നെ കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേക്കാണ് കേട്ടോ. പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? സെൽ വോൾ ഇല്ലാത്ത പോർഷനാണ് കേട്ടോ, സെല്ലിൻ്റെ പോർഷൻ. സെൽ വോളിനെ മാറ്റി നിർത്തി ബാക്കി സെൽ മെംബ്രെയിനും സൈറ്റോപ്ലാസവും ഒക്കെ വരുന്ന പോർഷനാണ് നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുക, പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുക. ഓക്കെ, യെസ്. ബിക്കോസ് ഓഫ് ദ റിജിഡിറ്റി ഓഫ് ദ സെൽ വോൾ ദ സെൽ ഡസ് നോട്ട് റപ്ചർ. അപ്പോൾ സെൽ വോൾ ഭയങ്കര റിജിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണല്ലേ പ്ലാന്റ് സെല്ലിൽ. അതുകൊണ്ട് സെല്ല് എന്ത് ചെയ്യില്ല, റപ്ചർ ചെയ്യത്തില്ല, സെല്ല് പൊട്ടിപ്പോകത്തില്ല. മാക്സിമം അത് സപ്പോർട്ട് ചെയ്യും, സെൽ വോൾ സപ്പോർട്ട് ചെയ്യും. ദിസ് ടർഗർ പ്രഷർ ഈസ് അൾട്ടിമേറ്റ്ലി റെസ്പോൺസിബിൾ ഫോർ ദ എൻലാർജ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് സെൽസ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പ്ലാന്റ്സിൽ ടർജിഡിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ടല്ലേ, ടർഗർ പ്രഷറിന് അല്ലെങ്കിൽ ടർജിഡിറ്റിക്ക്. ബിക്കോസ് അതുകൊണ്ടാണ് പ്ലാന്റ് സെല്ലിന് പ്രോപ്പറായിട്ട് എൻലാർജ്മെൻറ്റും ഗ്രോത്തും ഒക്കെ നടക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ടർജിഡിറ്റിക്കുള്ളത്, ടർഗർ പ്രഷറിനുള്ളത്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വുഡ് ബി ദ സൈപി എന്ന് പറഞ്ഞാൽ പ്രഷർ പൊട്ടൻഷ്യൽ അല്ലേ, സൈപി ഓഫ് എ ഫ്ലാസിഡ് സെൽ. ഫ്ലാസിഡ് സെൽ എന്ന് പറഞ്ഞാൽ എന്താ, ഐസോട്ടോണിക് സൊല്യൂഷനിലുള്ള സെല്ലല്ലേ ഫ്ലാസിഡ് സെൽ. ഓക്കെ, എന്തായിരിക്കും സൈപി ഈസ് ഈക്വൽ ടു 0. ഐസോട്ടോണിക് സൊല്യൂഷൻ ആണല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വാട്ടർ മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവിടുത്തെ പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആൻഡ് വിച്ച് ഓർഗാനിസംസ് അതർ ദാൻ പ്ലാന്റ്സ് പോസസ് സെൽ വോൾ. പ്ലാന്റ്സിനെ കൂടാതെ സെൽ വോൾ കാണുന്ന മറ്റ് ഓർഗാനിസംസ് ഏതൊക്കെയാണ്? ഫഞ്ചൈ എഴുതാം, ബാക്ടീരിയാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലേ, പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഞാനിവിടെ ഫംഗസ് കൊടുത്തിട്ടുണ്ട് എക്സാമ്പിളായിട്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ഇംബിബിഷൻ. പ്ലാന്റ് വാട്ടർ റിലേഷൻസിനകത്ത് ഞാൻ പറഞ്ഞു നിർത്താൻ പോകുന്ന ലാസ്റ്റ് ടോപ്പിക്കാണിത്, ഇംബിബിഷൻ. ഇംബിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when water is absorbed by solids or colloids. വാട്ടർ ഈസ് അബ്സോർബ്ഡ് ബൈ സോളിഡ്സ് ഓർ കൊളോയിഡ്സ്, അതിനാണ് നമ്മൾ ഇംബിബിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ സോളിഡ്സ് ഓർ കൊളോയിഡ്സ് കോസിങ് ദം ടു ഇൻക്രീസ് ഇൻ വോളിയം. ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഇംബിബിഷൻ ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ സീഡ്സ്. പ്ലാന്റ് സീഡ്സ് ഇല്ലേ, അവർ വാട്ടർ അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇംബിബിഷൻ എന്ന് പറയുന്നത്. ലൈക്ക് എ ഡിഫ്യൂഷൻ പോലെ തന്നെയാണ് കേട്ടോ. ഇറ്റ് ഈസ് ഓൾസോ ഡിഫ്യൂഷൻ സിൻസ് വാട്ടർ മൂവ്മെൻറ്റ് ഈസ് അലോങ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടുവേർഡ്സ് റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇംബിബിഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ അബ്സോർപ്ഷൻ ബൈ ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ ഇൻ ടു സീഡ്സ് അല്ലെങ്കിൽ കൊളോയിഡ്സ്. അപ്പോൾ ഇംബിബിഷന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. ഒന്ന്, വാട്ടർ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഉണ്ടായിരിക്കണം അല്ലേ, ഇൻ ബിറ്റ്വീൻ ദ അബ്സോർബൻ ആൻഡ് ദ ലിക്വിഡ് ഇംബൈബ്ഡ്. രണ്ടിടത്ത് ഒരു വാട്ടർ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഉണ്ടായിരിക്കണം, എങ്കിലേ ഇംബിബിഷൻ നടക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഫോർ എനി സബ്സ്റ്റൻസ് ടു ഇംബൈബ് എനി ലിക്വിഡ് അഫിനിറ്റി ബിറ്റ്വീൻ ദ അബ്സോർബൻ ആൻഡ് ദ ലിക്വിഡ് ഈസ് ഓൾസോ പ്രീ റിക്വസിറ്റ്. രണ്ടുപേരും തമ്മിലൊരു അഫിനിറ്റി ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, വാട്ടർ സീഡ്സിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് കയറുമ്പോൾ രണ്ടുപേരും തമ്മിലൊരു അഫിനിറ്റി ഉണ്ടല്ലേ. ദീസ് ആർ ദ ടു കണ്ടീഷൻസ് എസെൻഷ്യൽ ഫോർ ഇംബിബിഷൻ ടു ഒക്കർ. ഒന്ന് വാട്ടർ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്, മറ്റത് അഫിനിറ്റി. അപ്പോൾ അതുകൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്തുകയാണ് കേട്ടോ. ഈ ഇംബിബിഷൻ കൊണ്ട് പ്ലാന്റ്സിലുള്ള ബെനിഫിറ്റ് എന്താണ്? സീഡ്സിൻ്റെ ജെർമിനേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഇംബിബിഷൻ ആണ് അല്ലേ, സീഡ്സ് ജെർമിനേഷൻ.